അനന്തു SSC GDയുടെ റിട്ടൺ ടെസ്റ്റും ഫിസിക്കൽ ടെസ്റ്റും എല്ലാം ക്വാളിഫൈഡ് ആയി CISFലേക്ക് സെലക്ട് ആയിരിക്കുകയാണ്. ഫെബ്രുവരി 16 റിപ്പോർട്ട് ചെയ്യണം. എൻ്റെ ഇടയ്ക്കിൽ അനന്തു വന്നത് ഓൺലി ഫിസിക്കൽ ട്രെയിനിങ്ങിന് മാത്രമാണ്. എന്നും വരികയും നല്ലപോലെ അറ്റൻഡ് ചെയ്യുകയും ചെയ്തു. ഫസ്റ്റ് അറ്റൻഡിൽ തന്നെ കിട്ടുകയും ചെയ്തു. ബാക്കിയുള്ള മെഡിക്കലായിരുന്നു. മെഡിക്കലിന് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു, ടെസ്റ്റൊക്കെ ചെയ്യിച്ചു. അങ്ങനെ മെഡിക്കലും ഫിസിക്കലും പാസ്സായി. റിട്ടൺ ടെസ്റ്റ് നേരത്തെ പാസ്സായത്, സ്വന്തമായിട്ട് എഴുതി പാസ്സായതാണ്. ഇൻസ്റ്റിറ്റ്യൂട്ടോടെ ആരും ബന്ധമില്ലായിരുന്നു. ഫിസിക്കൽ ടെസ്റ്റിന് വന്നപ്പോൾ തന്നെ മാക്സിമം ദിവസവും ടെസ്റ്റ് പാസ്സായി. അനന്തുവിനെ കുറിച്ച് പറയാനാണെങ്കിൽ അനന്തു ഒരു വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെയാണ് ഇതിനുവേണ്ടി ശ്രമിച്ചത്. ഒരു സ്ഥാപനത്തിൽ വർക്കിന് പോകുന്നുണ്ടായിരുന്നു. രാവിലെ 9 മണിക്ക് കയറണമായിരുന്നു. 5 മണി വരെയായിരുന്നു വർക്കുള്ളത്. അക്കൗണ്ടൻ്റായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതിനിടയ്ക്കാണ് നമ്മൾക്ക് ഫിസിക്കലിന് വന്നതും പാസ്സായതുമൊക്കെ. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ ഫിസിക്കൽ ചെയ്തതിനു ശേഷം നേരെ വർക്കിന് പോകാൻ ചെയ്തു. അപ്പോൾ ഹാർഡ് ഫിസിക്കൽ ചെയ്തിട്ട് പിന്നെ പോയി വൈകുന്നേരം വരെ വർക്ക് ചെയ്യാന്ന് പറയുന്നത് ഇത്ര ഈസിയല്ല. അപ്പോൾ അത്രയും നല്ല ഒരു റിസ്ക് എടുത്തിട്ടാണ് ഇന്ന് ഈ നിലയിൽ CISFിൽ പോകുന്നത്. CISFിൻ്റെ നല്ല ജോലിയാണ്. ബാക്കി നമുക്ക് അനന്തുന്നറിയാം. നമസ്കാരം, എൻ്റെ പേര് അനന്തു എന്നാണ്. ഇപ്പോൾ കറൻ്റ്ലി ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സീനിയർ അക്കൗണ്ടൻ്റ് ആണ് കൺവെർജ് എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ. ഇപ്പോൾ ഒരു മാനേജറൽ പൊസിഷനാണ് എൻ്റെത്. അതിൻ്റെ ഇടയ്ക്കാണ് ഈ ഫിസിക്കലും മെഡിക്കലും ബാക്കി കാര്യങ്ങളെല്ലാം വരുന്നത്. നല്ല പാടായിരുന്നു. ഞാനൊരു മാർച്ച് ടൈമിലാണ് ഇവിടെ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ സാറ് മാർച്ച് അവസാനത്തേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു, ഓക്കെ ജോയിൻ ചെയ്തോളൂ. ഓക്കെയാണ്. ഫിസിക്കൽ കംപ്ലീറ്റ് സാറിൻ്റെ ഒരു ഇതായിരുന്നു. ഇവിടെ വന്ന ടൈമിൽ എനിക്കൊരു 86 കിലോ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് ഞാനൊരു 68 കിലോ ആക്കിയിട്ടാണ് ഞാൻ എൻ്റെ ഫിസിക്കലിൽ പോകുന്നത്. നല്ലപോലെ പാട് ആയിരുന്നു. സാർ പക്ഷേ നല്ലപോലെ മോട്ടിവേറ്റ് ചെയ്ത് എൻ്റെ അടുത്ത് ഡയറ്റും കാര്യങ്ങളും എല്ലാം പറഞ്ഞു തന്നത്. പിന്നെ ഡെയിലി ഫിസിക്കലിന് വന്നിട്ട് എനിക്ക് 9 മണി ടൈമിൽ എനിക്ക് കയറണമായിരുന്നു. അപ്പം 8:30-9 മണി വരെ ഞാൻ ഇവിടെ ഫിസിക്കൽ അറ്റൻഡ് ചെയ്തുകൊണ്ടായിരുന്നു. പിന്നെ കുറേ ഒരു 100 പേര് ഓടിയതിൽ ഞങ്ങളുടെ ഇതിനകത്ത് ആകെപ്പാട് 12 പേർക്കാണ് കിട്ടിയത്. നല്ല പാടായിരുന്നു. കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു കാര്യങ്ങളിൽ. ദൈവഭാഗ്യം കൊണ്ട് എനിക്ക് എന്തായാലും പിന്നെ എല്ലാം കറക്റ്റായതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് ഞാൻ പാസ്സായിട്ടുണ്ടായിരുന്നു ഈ വട്ടം. പിന്നെ മെഡിക്കൽ ടെസ്റ്റ് ഈ വട്ടം നല്ല ഹാർഡായിരുന്നു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഞാൻ ക്ലിയർ ചെയ്തു. സാറ് നേരത്തെ എനിക്ക് പ്രീ മെഡിക്കൽ എന്നുള്ള രീതിക്ക് എല്ലാ ടെസ്റ്റ് എടുക്കേണ്ടതും കാര്യങ്ങളും എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് സാറിൻ്റെ ഇത് കാരണം കൊണ്ടാണ് ഇങ്ങനെ മെഡിക്കൽ എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയത്. പിന്നെ ഓൾറെഡി ഞാൻ എക്സാം ക്ലിയർ ചെയ്ത 98 മാർക്ക് ഉണ്ടായിരുന്നു എനിക്ക്. അതെല്ലാം കറക്റ്റായിട്ട് പോയി. അതൊന്നും കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഡെയിലി ഇവിടെ വരുന്നതായിരുന്നു എനിക്ക് ഏറ്റവും പാട്. ഡെയിലി വളരെ കഷ്ടപ്പെട്ടായിരുന്നു. കാരണം രാവിലെ 6 മണിക്കൊക്കെ ചില ദിവസങ്ങളിൽ ലാസ്റ്റ് ഒരു മാസം 6 മണിക്കായിരുന്നു ഇവിടെ. അത് കഴിഞ്ഞിട്ട് ഓഫീസിൽ പോയിരിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. ട്രെയിനിങ് പൂർത്തിയാക്കാൻ സർവശക്തൻ കൂടെ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. രണ്ടുപേരുടെ കൂടി നമ്മളെ സ്റ്റുഡൻസിന് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ചിക്കൻ പപ്സും പെപ്സിയുമാണ്. വളരെ നിറഞ്ഞ സന്തോഷത്തോടുകൂടി അവർ തന്ന ഗിഫ്റ്റ് നമ്മൾ സ്വീകരിക്കുകയാണ്. താങ്ക് യു. ഒരാൾ ട്രെയിനിങ് കഴിഞ്ഞ് വന്നു, ഒരാൾ ട്രെയിനിങ്ങിന് പോകുന്നു. ട്രെയിനിങ് കഴിഞ്ഞ് വരുമ്പോൾ തീർച്ചയായും നമ്മൾ ഒരു ജവാന് കൊടുക്കുന്ന എല്ലാ റെസ്പെക്റ്റും കൊടുക്കുന്നതായിരിക്കും.